ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കള് ഈ തമ്പ് കണ്ടു തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മക്കള് ഒരൊറ്റ കാര്യം, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എന്റെ മക്കള് കാണാം. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ക്രിസ്മസ് എക്സാം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതെല്ലാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടിപൊളിയാക്കിയിട്ട് എല്ലാം പഠിക്കണം. നമുക്ക് നോക്കാം. എല്ലാം പഠിക്കണം എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ഉണ്ടാവും. അതെല്ലാം തീർക്കുന്ന ഒരു പ്രീമിയർ വീഡിയോ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മക്കൾ ഒന്ന് ലൈക്ക് അടിക്കണം. മാത്രമല്ല, എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്റെ പേര് അമീൻ, സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി ആണ്. നമുക്ക് അടിപൊളിയാക്കി സെറ്റാക്കി മാറ്റാം. സോ ഞാൻ ആദ്യമേ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്, സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ടത്? ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിൽ ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന ഒരൊറ്റ കാര്യം, നമ്മളുടെ ഫോക്കസ്ഡ് ഏതല്ല ക്രിസ്മസ് എക്സാം അല്ല, നമ്മൾക്ക് ഏത് തന്നെയാണ് പബ്ലിക് എക്സാം തന്നെയാണ്. കാരണം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ജനുവരി ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ജനുവരി സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് IT മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പബ്ലിക് എക്സാം IT പബ്ലിക് എക്സാം ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എക്സാമുകളൊക്കെ തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ട് ഈ ക്രിസ്മസിന്റെ കാര്യങ്ങൾ നിങ്ങൾ ക്രിസ്മസിന് തന്നെ പഠിച്ചു തീർക്കണം. എസ്പെഷ്യലി നമ്മളുടെ ഏത് സോഷ്യൽ സയൻസ്. കാരണം ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് വരുന്നത് നമ്മളുടെയിലാണ്. നമ്മളുടെ ഏകദേശം 21ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യം വരില്ല. അത് നിങ്ങൾക്ക് ഓവറാക്കിയിട്ട് മാറ്റും. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റത്, ആ രീതിയിലേക്ക് മാറ്റാറുണ്ട്. ഏകദേശം 5-6 കൊല്ലമായിട്ട് അത് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും അത് ചെയ്തു തരും. അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയാക്കി മാറ്റിത്തരാം. മക്കൾ ഒരൊറ്റ കാര്യമുള്ളൂ, വീഡിയോ കാണുന്ന മക്കൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് 4 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 4 വന്നിരിക്കും. വരുമെന്നല്ല, വന്നിരിക്കും. വരാൻ മതി എന്നല്ല, വന്നിരിക്കും. സോ മക്കളെ അടിപൊളിയായിട്ട് കാണാം. ലൈക്ക് അടിക്കാത്തവരെ ഒന്ന് ലൈക്ക് അടിക്കുക. നമുക്ക് അടിപൊളിയാക്കി മാറ്റണം. സോ അടിപൊളിയാക്കി പഠിക്കാൻ വേണ്ടി പോകണം. നമുക്കറിയാം സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയും ഉണ്ട്, അതേപോലെ തന്നെ ജോഗ്രഫിയും ഉണ്ട്. അതിൽ സോഷ്യൽ സയൻസിൽ ഈ പ്രാവശ്യം എക്സാമിന് നിങ്ങൾക്ക് 4ാമത്തെ ചാപ്റ്ററിനും, ഞാൻ ഇത് മാറ്റിട്ടോ, ഓക്കെ, 4ാമത്തെ ചാപ്റ്ററിനും 5ാമത്തെ ചാപ്റ്ററിനും 6ാമത്തെ ചാപ്റ്ററിനും 7ാമത്തെ ചാപ്റ്ററിനും 9ാമത്തെ ചാപ്റ്ററിനും 10ാമത്തെ ചാപ്റ്ററിനും ഇത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 100% പറയണ. ഇത്രയും 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും ഇത്രയും ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഉണ്ടാവുക. 4ാമത്തെ ചാപ്റ്ററിന്റെ പകുതി കുറച്ച് കലാപത്തിന് ശേഷമുള്ള ഭാഗമായിരിക്കും നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 10ാമത്തെ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. സോ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കൾ ഫോക്കസ് ചെയ്യേണ്ടത് 5, 6, 7, 9 തന്നെയാണ്. നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത്. മറ്റത് നിങ്ങൾക്ക് അറിയാം, എന്നാൽ പോലും അതിൽ എന്തൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളോട് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും. ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏത് ഒന്ന് കമന്റ് ചെയ്യും. വെറുതെ ഞാൻ അഥവാ ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാം. ഇതിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത്, ഈ ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ചാപ്റ്റർ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പക്ഷെ എന്നാൽ ഹിസ്റ്ററിയിലെ ബുക്കിൽ വിട്ട സാധനമാണ് നമ്മൾ 9ാമത്തെ ചാപ്റ്റർ. അതേപോലെ സോഷ്യോളജി ആണ് 10ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഹിസ്റ്ററി ആണെങ്കിൽ ഈ 2 ചാപ്റ്റേഴ്സ് വേറെ തന്നെ കാറ്റഗറി ഉള്ളതാണ്. അതാണ് നമ്മൾ ബുക്കിലേക്ക് ആഡ് ഓൺ ചെയ്തത്. അതിന് പ്രത്യേകം എന്തായിരിക്കും, ഒറ്റ കാര്യമുള്ളൂ, ഈ 9 നല്ല രീതിയിൽ മാർക്ക് ചോദിക്കും. കാരണം ആഡ് ഓൺ ചെയ്തതായിട്ട് പൊളിറ്റിക്സും എക്കണോമിക്സും എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. കാരണം അത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററും തുടങ്ങിയിരിക്കാം. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഏത് ചാപ്റ്റർ തന്നെയാണ്, ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. അത് കമന്റ് ചെയ്യണം മക്കള്. രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന ചാപ്റ്റർ തന്നെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണ്ട. ഈ 4 പോയിന്റ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. നിർബന്ധം 4 പോയിന്റ് എൻ്റെ മക്കള് കൃത്യമാക്കി പഠിച്ചേക്കണം. അത് നിർബന്ധമാണ്. ഇത് നിങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കും. എന്തൊക്കെ നോക്കാണ്, ഒന്നാമത്തേതാണ് ഈ ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്ററിന് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നോക്കുക. ഒന്നാമത്തേതാണ് വാട്ട് ഈസ് സ്റ്റേറ്റ്, എന്താണ് രാഷ്ട്രം. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ഘടകങ്ങൾ എന്തെല്ലാം. അടുത്താണ് ഒറിജിൻ തിയറി ഓഫ് സ്റ്റേറ്റ്, ഈ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ്, ഒറിജിൻ തിയറി സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ സിറ്റിസൺഷിപ്പ്, പൗരത്വം. ഈ 4 കാര്യങ്ങളാണ് നിങ്ങളെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാം. ഒരു പക്ഷേ ഞാനിവിടെ ചുവപ്പ് കളറിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക.
ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് അറിയോ? ഈ ചോപ്പിൽ കാണുന്നതാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്. ഇതെല്ലാം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇപ്പം. സോ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട എന്താ കിട്ടിയല്ലോ, കുറേ പഠിക്കുന്നതൊക്കെ കൂടുതൽ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ഡൗൺ ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ചാപ്റ്റർ അറിയാം, എൻ്റെ മക്കൾക്കൊക്കെ ചാപ്റ്റർ അറിയാം, പക്ഷെ ഏറ്റവും വ്യത്യാസമേ ഉള്ളൂ ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കൽവിക സ്നേഹളിക്കാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഐക്ക ഇത്രയേ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെറ്റാക്കിയിട്ട് മാറ്റി തരും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പോകും. അതിൽ ഒന്നാമത്തെ നോക്കാൻ വേണ്ടി പോവാണ് എന്താണ് സ്റ്റേറ്റ്. നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താണ് സ്റ്റേറ്റ്, സ്റ്റേറ്റിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാറുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ്. ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിക്കുന്നത് അത് തന്നെയാട്ടോ. ഹെഡിങ് ആണല്ലോ ദ സ്റ്റേറ്റും അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നുള്ളതാണ്. സോ നോക്കാണ് സ്റ്റേറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ എന്റെ മക്കൾ പഠിച്ചു വെക്കണം. എന്ത് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾക്ക് എഴുതാൻ പറ്റിയതാണ്. ആ ഡെഫിനിഷൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് രാഷ്ട്രം? ഇത്രയേ ഉള്ളൂ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി വിത്തിൻ എ പെർട്ടിക്കുലർ ടെറിട്ടറി ഇൻ എ സോവറിൻ ഗവൺമെന്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും എങ്ങനെ പരമാധികാരമുള്ള ഒരു ഗവൺമെന്റിനോട് കൂടിയുള്ള ജനതയെയാണ് രാഷ്ട്രം എന്ന് വിളിക്കാറുള്ളത്. ഇതാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. മക്കൾ, എനിക്കൊരു കാര്യമുണ്ട്, നിങ്ങൾ കാണാപാഠം പഠിച്ചു പോകരുത്. കാണാതെ പഠിച്ചു പറഞ്ഞെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ് അങ്ങനെ കാണാൻ പഠിക്കരുത്. വേണമെങ്കിൽ ഇത് ചിത്രത്തിലേക്ക് മാറ്റാം. നോക്കിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി തരാം. നമ്മളെല്ലാം ചിത്രത്തിലേക്കും അതേപോലെ ട്രിക്സിലൂടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോളി എങ്ങനെയാണ് രാഷ്ട്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നോക്കിക്കോളൂ, കുറച്ച് പീപ്പിൾസ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടോ? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ആൾക്കാരെ വരച്ച് വെച്ചിട്ടുണ്ടെ എത്ര പോരെ, 5 ആൾക്കാർ. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്ത് ചെയ്യാണ്, റിസൈഡിങ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ താമസിക്കാട്ടോ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് എങ്ങനെയാണ്, പെർമനന്റ്ലി ആണ്. റിസൈഡിങ് എങ്ങനെയാണ്, പെർമനന്റ്ലി ആണ്. വിത്ത് എ പെർട്ടിക്കുലർ ടെറിട്ടറി. ഇതിനെ കീഴില് ഇൻ എ സോവറിൻ ഗവൺമെന്റ്. ഇതട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഈ രീതിയിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് മാറ്റാൻ പറ്റുമോ? നോക്കിക്കോട്ടോ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി വിത്ത് എ പെർട്ടിക്കുലർ ടെറിട്ടറി ഇൻ എ സോവറിൻ ഗവൺമെന്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതാണ് രാഷ്ട്രം എന്ന് വിളിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മക്കളെ, നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇതേപോലെ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നത്. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാമെന്നല്ലേ, അതാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കി കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ബേസിക് ഫാക്ടർ ഓഫ് ദ സ്റ്റേറ്റ് ഫ്രം ദ അബവ് ദ ഡെഫിനിഷൻ. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 പോയിന്റ്. ഈ 4 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യും, ഈ ചിത്രത്തിൽ തന്നെ കിട്ടും. ഒന്നാമത്തെ എന്താണ്, പോപ്പുലേഷൻ ഉണ്ട്. അതേപോലെ അടുത്താണ് ടെറിട്ടറി ഉണ്ട്. അടുത്താണ് സോവറിൻ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. സോവറിൻ എന്ന് പറഞ്ഞാല് പരമാധികാരം തന്നെ കേട്ടോ. സോവറിൻ എന്ന് പറഞ്ഞാല് പരമാധികാരം തന്നെയാണെന്ന് ചെയ്യാൻ മനസ്സിലാക്കി കേട്ടോ. പരമാധികാരം തന്നെയാണെന്ന് എന്ത് ചെയ്യുക, അധികാരമാണെന്ന് തന്നെ എന്ത് ചെയ്യുക, എന്റെ മക്കള് മനസ്സിലാക്കി വെക്കട്ടോ. പരമാധികാരം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിന്റെ ഘടകങ്ങൾ. അതെന്റെ മക്കൾ പഠിച്ചു വെക്കാം. ജനങ്ങള്, പോപ്പുലേഷന്, ഗവൺമെന്റ്, ടെറിട്ടറി, സോവറിൻ. ഇതും എന്റെ മക്കൾ പഠിച്ചു വെക്കാം. ഉറപ്പിച്ചോ, ഈ എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഇപ്പൊ ഒരു ഘടകം എന്തായാലും എക്സാം ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരും. ആ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരണ്ടേ. ആ ക്വസ്റ്റ്യൻ ഈ പല കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരാം. നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാം. ടെറിട്ടറി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. സബ്സ്റ്റെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. ഇത്രയേ ഉള്ളൂ. രാഷ്ട്ര രൂപീകരണത്തിന് ടെറിട്ടറി, ഭൂപ്രദേശം ഒരു പ്രധാന ഘടകമാണ്. പ്രസ്താവന സാധൂകരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരാം. എന്തുമാത്രം ചേഞ്ച് വരാം മക്കളെ? ഈ ടെറിട്ടറി ഉള്ളിടത്ത് വേണമെങ്കിൽ പോപ്പുലേഷൻ വരാം, അല്ലെങ്കിൽ ഗവൺമെന്റ് വരാം, സോവറിൻ വരാം, നമ്മളെ പഠിച്ച ഘടകങ്ങൾ ഏതെങ്കിലും വരാം. ടെറിട്ടറി ഗവൺമെന്റ് വരാനുള്ള ചാൻസസ് കൂടുതൽ. എൻ്റെ മക്കൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് ആ പോയിന്റ് എഴുതേണ്ടത് ഓരോന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ എഴുതേണ്ട ആദ്യത്തെ പോയിന്റ് ആണ്, എന്ത് ചോദിച്ചോട്ടെ എൻ്റെ മക്കൾ ഈ പോയിന്റ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ടെറിട്ടറി എന്നില്ല, ടെറിട്ടറിയില്ല, എന്തും ചോദിച്ചാലും എൻ്റെ മക്കൾ ഇതിന്റെ പോയിന്റ് ഇത് തന്നെയാണ്. നോക്കിക്കോട്ടോ. ടെറിട്ടറി ആയതുകൊണ്ട്, ഹെഡിങ് ടെറിട്ടറി ആയതുകൊണ്ട് എങ്ങനെ ഇതാ, ടെറിട്ടറി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ദ ഫോർമേഷൻ ഓഫ് കൺട്രി. രാജ്യരൂപീകരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രദേശമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ടെറിട്ടറി മാറ്റിട്ടോ, ഇവിടെ ആ ടെറിട്ടറി മാറ്റിയിട്ട് പോപ്പുലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ടെറിട്ടറി മാറ്റി ഇവിടെ പോപ്പുലേഷൻ കൊടുക്കുക. അപ്പൊ പോയിന്റ് എന്തിക്കും, പോപ്പുലേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ കൺട്രി. അപ്പൊ എന്ത് ചോദിച്ചോട്ടെ എൻ്റെ മക്കൾ ഒന്നാമത് ഇതിന്റെ പോയിന്റ് സാർ പറഞ്ഞു.
അടുത്ത പോയിന്റ് എന്താണ് കേൾക്കട്ടോ, ടെറിട്ടറി ആയതുകൊണ്ട് അടുത്ത പോയിന്റ് എന്ത് ചെയ്യും, വിത്തൗട്ട് ടെറിട്ടറി ദ സ്റ്റേറ്റ് വിൽ നോട്ട് എക്സിസ്റ്റൻസ്. അപ്പൊ പോപ്പുലേഷൻ ആണെങ്കിലോ വിത്തൗട്ട് പോപ്പുലേഷൻ ദ സ്റ്റേറ്റ് വിൽ നോട്ട് എക്സിസ്റ്റൻസ്. അപ്പൊ 2 പോയിന്റ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു പറഞ്ഞു തന്നിരിക്കുന്നു. 2 പോയിന്റ് എന്റെ മക്കൾക്ക് ഞാൻ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചോദിച്ചോട്ടെ, ഫാക്ടർ ഏത് ചോദിച്ചോട്ടെ, എന്റെ മക്കൾക്ക് ഈ പോയിന്റ് കൊടുക്കാം. ഇനി ടെറിട്ടറി ആകുമ്പോൾ ഇതിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ്, എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് എൻ എക്സാക്ട് ടെറിട്ടറി വിത്ത് ക്ലിയർ കട്ട് ബൗണ്ടറി. ഒരു രാഷ്ട്രത്തിന് വ്യക്തമായ അതിർവരമ്പോട് കൂടിയുള്ള കൃത്യമായ ഭൂപ്രദേശം ഉണ്ടാവും, ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി ഉണ്ടാവും. ഏതൊക്കെയാണ് ടെറിട്ടറി ഇതൊക്കെ നോക്കട്ടോ. ദ സ്റ്റേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറി. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ബൗണ്ടറിയിൽ കൃത്യമായിട്ട് എന്തുണ്ടാവും, കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ടെറിട്ടറി. അത് കൃത്യമായിട്ട് ആ ഭൂപ്രദേശ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും. ആ ഏതൊക്കെ ഏരിയാസ് നോക്കി, ലാൻഡ് ഏരിയ, വാട്ടർ ബോഡീസ്, കോസ്റ്റൽ ഏരിയ, ഏരിയൽ സ്പേസ്, ഇതൊക്കെ നമ്മളുടെ എന്തിൽപ്പെട്ടതാണ്, ടെറിട്ടറിയുടെ ഘടകത്തിൽപ്പെട്ടതാണ്. സോ ടെറിട്ടറി എന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ എന്റെ മക്കൾ ഇതിൻ്റെതാണ്. അത് ഈ 2 പോയിന്റ് ചെയ്താൽ പിന്നെ ടെറിട്ടറിന്റെ പോയിന്റ്സ് എന്ത് ചെയ്യുക, എന്റെ മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കാനുള്ളതാണ്. സോ ടെറിട്ടറി ചോദിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ചോദിക്കാം. ഗവൺമെന്റ് വരുമ്പോൾ ഫസ്റ്റ് ചെയ്തേണ്ട 2 പോയിന്റ് അത് തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് ആസ് എന്തൊക്കെ നൽകുന്നു, മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, ഇംഗ്ലീഷ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നു. അതേപോലെ തന്നെ ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റ് ഓഫ് പ്രൊജക്ട്സ്, വികസന പദ്ധതികൾ എന്ത് ചെയ്യുന്നു, ആരംഭിക്കുന്നു. ഇനി ഓപ്പർച്യൂണിറ്റി ആയിക്കാണെങ്കിലും ഫസ്റ്റ് 2 പോയിന്റ് ചെയ്താൽ അതേപോലെ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സും എന്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് എഴുതാൻ നോക്കുക. സോ റെഡി ആണല്ലോ. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. സോ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. മെൻഷൻ ദ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ്, അഥവാ രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതലകൾ ഏതൊക്കെ എന്ന് എന്റെ മക്കൾക്ക് എക്സാം ചോദിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാറാൻ ചാൻസ് ഉണ്ട്. ഫങ്ഷൻസ് പറഞ്ഞാൽ 2 രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഉണ്ട്, അതേപോലെ ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് ഉണ്ട്. ഈ 2 ഫങ്ഷൻസിനെ കുറിച്ച് എന്റെ മക്കൾ ചോദിക്കും. നിർബന്ധിത ചുമതലയുണ്ട്, വിവേചന ചുമതലയുണ്ട്. അത് ഏതൊക്കെയെന്ന് എന്റെ മക്കളോട് നമ്മൾ നോക്കാം. നമുക്ക് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ പഠിച്ചു വെക്കേണ്ടത് ആ നിർബന്ധ ചുമതലയും അതേപോലെ വിവേചന ചുമതലയാണ്. എക്സാമിൽ ചോദിക്കും എന്നുള്ളത് മക്കളെ ഉറപ്പിച്ചോ. 100% ആയിട്ട് അമീൻ സാർ പറയാണ് ഉറപ്പിച്ചോ. ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് എന്തായാൽ പോലും എക്സാം ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തൊക്കെയാണ് ചുമതലകൾ നോക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ നമുക്ക് 2 പഠിച്ചു വെക്കാം. ആദ്യം നമുക്ക് നിർബന്ധ ചുമതല ഏതാ നോക്കാൻ വേണ്ടി പോകാം. ഇതാണ് നിർബന്ധ ചുമതലകൾ. പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, മെയിൻ്റെനൻസ് ഇന്റേണൽ പീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, ഇംപ്ലിമെന്റ് ഓഫ് ജസ്റ്റിസ്. അതിർത്തി സംരക്ഷണമുണ്ട്, അതുപോലെ ആഭ്യന്തര സമാധാനം ഉറപ്പാക്കണം, അവകാശ സംരക്ഷണം ഉറപ്പാക്കണം, നീതി നടപ്പാക്കണം. ഇതാണ് നിർബന്ധ ചുമതലകൾ. പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇത് പഠിക്കാനൊരു ഷോർട്ടാണ്. ഇത് പഠിച്ചു വെച്ചവർക്ക് പറ്റിയതാണ്. നോക്കിക്കോളെ, ഏതൊക്കെയാണ് നിർബന്ധ ചുമതലകൾ നോക്കിക്കോട്ടോ. റൈറ്റിനെ പ്രൊട്ടക്ഷൻ ചെയ്യണമെങ്കിൽ, റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം, ബൗണ്ടറി വേണം. റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം, ബൗണ്ടറി വേണം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ നമ്മളെ റൈറ്റിന് എന്ത് കിട്ടി, ഇന്റേണൽ പീസ് കിട്ടി. റൈറ്റിന് എന്ത് കിട്ടി, ഇന്റേണൽ പീസ് കിട്ടി. അപ്പൊ എന്തുറപ്പാക്കാൻ കഴിഞ്ഞ്, ജസ്റ്റിസ്. സോ ഈ 4 പോയിന്റ് എൻ്റെ മക്കൾക്ക് ഇന്ന് കിട്ടും. റൈറ്റ് ടു പ്രൊട്ടക്ഷന്, അതേപോലെ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, അതേപോലെ നീതി നടപ്പാക്കുക, ഇംപ്ലിമെന്റ് ജസ്റ്റിസ്. ഒക്കെ കിട്ടിയല്ലോ. ഒക്കെ ഈ പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ മക്കളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്, കിട്ടും. എന്റെ മക്കൾ ആ രീതിയിൽ തന്നെ പഠിച്ചു നോക്ക്. പിന്നെ എന്റെ മക്കൾ മറന്നുപോയില്ല. അപ്പൊ സാർ മലയാളം മീഡിയംകാർക്ക് ഇല്ലെന്ന് ഡൗട്ട് ഉണ്ടാവും. മലയാളം മീഡിയംകാർക്ക് ഇതാൻ തരാൻ വേണ്ടിയാണ്. അവകാശത്തിന് സംരക്ഷണം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് വേണ്ട സാധനം എന്താണ്, അതിർത്തി. അപ്പൊ അവകാശത്തിന് അതിർത്തി കൊടുത്ത് സംരക്ഷിച്ചാൽ എന്ത് ചെയ്യും, അതിന് കൃത്യമായിട്ട് സമാധാനം, ആഭ്യന്തര സമാധാനം ഉറപ്പാക്കാൻ കഴിയും. അപ്പൊ എന്തുറപ്പായി കിട്ടി, എന്ത് നടപ്പാക്കി, നീതി നടപ്പാക്കി. സോ ഈ രീതിയിലേക്ക് എന്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയും. ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് മക്കളെ. ഒന്നാമത്തെ എന്താണ്, റൈറ്റ് ടു പ്രൊട്ടക്ഷന്, അത് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറീസ്, മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, അതേപോലെ ഇംപ്ലിമെന്റ് ജസ്റ്റിസ്. അവകാശ സംരക്ഷണം കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിർത്തി വേണം. അതിർത്തിന്റെ എന്ത് ചെയ്യും, ആഭ്യന്തര സമാധാനം ഉറപ്പാവും. അപ്പൊ എന്ത് ചെയ്യും, നീതി ഉറപ്പാവും. ഇതാണ് എന്ത് മക്കളെ, നിർബന്ധിത ചുമതലകൾ പഠിച്ചു വെക്കണത്. ഇത് മാത്രം പഠിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാറാം. ഞാൻ പറഞ്ഞു, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടെറിട്ടറി പോപ്പുലേഷൻ ചോദിച്ച പോലെ വേണമെങ്കിൽ ഒബ്ലിഗേറ്ററി ഫംഗ്ഷന് പുറമെ നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്ക്രിഷണറി ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കാം. എന്തൊക്കെയാണ് വിവേചനപരമായ ചുമതല? ഇത് രാജ്യം നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ് അറ്റ് എനി ടൈം. നിർബന്ധ, ആ രാജ്യം ഉണ്ടെങ്കിൽ നിർബന്ധമായി കൊടുക്കേണ്ട അവകാശങ്ങളാണ്. എന്നാൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ, എക്കണോമിക് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട അവകാശങ്ങളാണ്, ചുമതലകളാണ് വിവേചനപരമായ ചുമതല. ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് മാത്രം, സാമ്പത്തിക
സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് മാത്രം ചെയ്യേണ്ടതാണ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്. എന്തൊക്കെയാ നോക്കാൻ വേണ്ടി പോകാം. നോക്കിയോളൂ. ഒന്നാമതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യ സംരക്ഷണം. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുക. ഇംപ്ലിമെന്റ് വെൽഫെയർ പ്രോഗ്രാംസ്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക. പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫെസിലിറ്റീസ്, അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആരോഗ്യ സംരക്ഷണം, അതേപോലെ വിദ്യാഭ്യാസങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. കുറെ ക്ഷേമ പദ്ധതികൾ, ആൾക്കാർക്കും പൊതുപരിപാടികളും കാര്യങ്ങളും എല്ലാവരും കൃത്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ വെൽഫെയർ പ്രോഗ്രാംസ് നടപ്പിലാക്കുക. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുഖസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പൊരുക്കുക എന്നെന്ത് ചെയ്യുക എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. സോ ഇതും പഠിക്കാൻ സുഖം. നിങ്ങൾ എന്താ മുദ്രാവാക്യം വിളിച്ചാൽ മതി. നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇതിൽ ചെറിയ പോയിന്റ്സ് എടുക്കുക. ഞാൻ കാണിച്ചതേ എങ്ങനെയാണ് നോക്കിക്കോളെ. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം. ഒന്ന് എഴുതിക്കുക നിങ്ങൾ. എന്നിട്ടൊന്ന് ചെറിയ മക്കളെ മാതിരി ഒന്ന് പറഞ്ഞു നോക്കി. നമുക്കിത് പറയുന്നേ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ പറഞ്ഞ് തന്നെ പഠിച്ചു നോക്കി. അത് നിങ്ങളെ മൈൻഡിൽ നിൽക്കും. നമ്മൾ ഇതൊക്കെ എന്തെങ്കിലും അറിയാം. നമ്മൾ ഒറ്റ കാരണം പറയാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ എക്സാമിന് മാർക്ക് വരാൻ ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഒന്ന് എഴുതി പഠിക്കുക. നമ്മൾ ഒന്നാമത്തെ തോന്നില്ല നമ്മൾ വലിയ മമ്മൂട്ടികളാണ്, നമ്മൾ ഒക്കെ എനിക്ക് അറിയാന്നായിട്ട് നമ്മൾ എന്ത് അറിയാം, വായിച്ചു ഓക്കെ സൂപ്പർ, എൻ്റെ മൈൻഡിലുണ്ട്, ഒക്കെ സെറ്റാണ്. ഇങ്ങനെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് എക്സാം ആണോ ഒന്നും കിട്ടൂല. മക്കളെ എഴുതി പറഞ്ഞ് പഠിച്ചോളി. എല്ലാ മക്കളും ചെയ്യുന്ന സാധനമാണ് എഴുതി പറഞ്ഞ് തന്നെ പഠിക്കുക. തീരെ കിട്ടാത്തവരാണെങ്കിൽ എഴുതാ, ഒരു വട്ടം എഴുതാ, രണ്ടാമത്തെ തൊട്ട് എഴുതാ, മൂന്നാമത്തെ തൊട്ട് പറഞ്ഞു വെക്കാം. മക്കളെ മനസ്സിൽ കയറും 100%. ഞാൻ കാണിച്ചു തരാം. നേരത്തെ ചിത്രം വരച്ചിട്ടുണ്ടല്ലോ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനന്റ് വിത്ത് എ പെർട്ടിക്കുലർ ടെറിട്ടറി ഇൻ എ സോവറിൻ ഗവൺമെന്റ്. ഞാൻ ഇപ്പോഴും എന്റെ മൈൻഡിലേക്ക് ആ ചിത്രം വരച്ചിട്ട് കിട്ടിയത്. അത് അതേപോലെ പഠിച്ചാൽ മതി. നോക്കി കേട്ടോ. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം. ഗതാഗതം അല്ലേ, സോറി മക്കളെ, ഗതാഗതം. നോക്കി കേട്ടോ. നോക്കി ഒന്ന് പറയേ ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം. ഒന്ന് പറയേ ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം. ഒന്ന് പറയേ ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം. ഇതൊക്കെ ഉറപ്പാക്കിയാൽ എന്തുറപ്പാവും, ക്ഷേമം ഉറപ്പാവും. ക്ഷേമം ഉറപ്പാവും എന്ത് ചെയ്യുക, ക്ഷേമ പദ്ധതി കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുക. ആ രീതിയിൽ ഒരു മുദ്രാവാക്യം പോലെ എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, അത് കൊണ്ടുവരിക. ഇത് രണ്ടും എൻ്റെ മക്കൾ പഠിച്ചു വെച്ച് എക്സാമിന് ചോദിക്കും. അപ്പം ഹെൽത്ത് പ്രൊട്ടക്ഷൻ വേണം, അതേപോലെ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരണം, അതേപോലെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ പ്രൊവൈഡ് ആണ്. ഇതും പ്രൊവൈഡ് ആണ്, ഇത് പ്രൊവൈഡ് ആണ്, പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ രീതിയിൽ എടുത്തത്. ആ രീതിയിൽ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്തായാലും നിന്നോളും എന്നുള്ളത് 100% എന്താണ്, ഷുവറാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള വെറും 2 സാധനങ്ങൾ ഉള്ളൂ. അതും കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞ്. അടുത്തതാണ് എൻ്റെ മക്കൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ സാധനമാണ്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കളെ കണ്ടുക്കോ, എൻ്റെ മക്കൾക്ക് അടുത്ത് പഠിക്കാൻ ഒറിജിൻ ഓഫ് തിയറി, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം. സർ ഇത് എക്സാം ചോദിക്കോ? 100% ചേട്ടാ മക്കളെ ഇത് ചോദിക്കും. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് പഠിക്കാം. രാഷ്ട്രരൂപീകരണ സിദ്ധാന്തം നിങ്ങൾ പഠിക്കുമ്പം എന്താ പഠിക്കുന്നത് വെച്ചാൽ ഈ പേരുകൾ ആദ്യം പഠിച്ചേക്കാം. ഒന്നാമത് രൂപീകരണ സിദ്ധാന്തം ഇതെന്താന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു രാഷ്ട്രം രൂപീകരിക്കുന്ന ഒരുപാട്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം പല രീതിയിലും ദൈവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചില പല രീതിയിൽ ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പല സംഭവങ്ങൾ പല രീതിയിൽ വന്ന കഥകൾ കേൾക്കാറുണ്ട്, ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട്. അതേപോലെ രാഷ്ട്രം രൂപീകരിച്ചത് പല രീതിയിൽ പല കോൺസെപ്റ്റുകളുണ്ട്, തിയറീസ് ഉണ്ട്. ആ തിയറികളാണ് ചില ദൈവങ്ങൾ കൊണ്ടുവന്ന് പറയുന്നുണ്ട്, ചില പരിണാമത്തിലൂടെ വന്നിട്ടുണ്ട്, ചില സാമൂഹിക ഉടമ്പടിയിൽ വന്നിട്ടുണ്ട്, ചില ശക്തി സിദ്ധാന്തത്തിൽ വന്ന കുറെ തിയറികളുണ്ട്. അതാണ് എന്ത് ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. രാഷ്ട്രം രൂപീകരിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏതും ട്രസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഏതും വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റും. നോക്കാം നമുക്ക്. സോ ഇതിൽ എക്സാമിന് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കും ചോദിക്കും. 2 മാർക്കും ചോദിച്ചാൽ ഹയർ സുഖാണ്. 4 മാർക്കും ചോദിച്ചാൽ നിങ്ങൾ ഇതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാം പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് എന്ത് വന്നാലും നമ്മൾ പഠിച്ചു വെക്കണം. ഇതും പഠിക്കാൻ എന്തുണ്ട്, മെത്തേഡ് ഉണ്ട്. നോക്കട്ടോ, നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം പേരുകളൊന്ന് വായിച്ചു വെക്കാം. ഒന്നാമത്താണ് ഡിവൈൻ റൈറ്റ് തിയറി, ദൈവതത്വ സിദ്ധാന്തം. അപ്പൊ ദൈവമായിട്ട് ബന്ധപ്പെട്ടെന്ന് എൻ്റെ മക്കൾ മനസ്സിലായി. അടുത്താണ് പരിണാമ സിദ്ധാന്തം. പരിണാമം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എവല്യൂഷണറി തിയറിയാണ്, പരിണമിച്ചുണ്ടായതാണെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ആ തിയറി എന്താണെന്ന് ആ പേര് പഠിച്ചു കേട്ടോ. ഇപ്പൊ ഡിവൈൻ റൈറ്റ് തിയറി, അതേപോലെ എവല്യൂഷണറി തിയറി. അടുത്താണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, സോഷ്യൽ കോൺട്രാക്ട് തിയറി. സാമൂഹിക ഉടമ്പടി പ്രകാരം ഉണ്ടായ തിയറി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്താണ് ശക്തി സിദ്ധാന്തം, ഒരു വെറൈറ്റി പേരിലെ പവർ തിയറി. ഈ 4 പേരുകളും എൻ്റെ മക്കൾ ആദ്യം ഒന്ന് എഴുതി വെച്ച് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഇത് ഓരോന്ന് എന്തൊക്കെയാ നോക്കാൻ വേണ്ടി പോകാം. ഓക്കെ, നോക്കിയാലോ, നമുക്ക് ഓരോ നോക്കാം. നമ്മൾ ആദ്യം നോക്കാം എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി, ദൈവതത്വ സിദ്ധാന്തം നോക്കാൻ വേണ്ടി പോകാം. സോ ഇത്രയേ ഉള്ളൂ. ദൈവതത്വ സിദ്ധാന്തം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അഥവാ ദൈവം രാഷ്ട്രം ഒരു ദൈവ സൃഷ്ടിയാണ്. സേ ദ ക്രിയേഷൻ ഓഫ് ഗോഡ് ആണ്. രാജാ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. കിങ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തോട് മാത്രമേ എന്തേ ഉള്ളൂ, രാജാവിന് കടപ്പാട്ടുള്ളൂ. സോ ഇത് പഠിച്ചു വെക്കണം മക്കളെ. ഞാൻ കാര്യത്തിൽ കേൾക്കട്ടെ,
ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് സാറേ, ഞാൻ എത്ര പഠിച്ചോ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ മക്കളുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ സാറേ, ഇത് എനിക്ക് അറിയില്ല. അങ്ങനെ കമന്റ് ചെയ്ത മക്കളാണെങ്കിൽ പോലും എനിക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കണോ, എല്ലാവരും കമന്റ് ചെയ്യണേ. ഞാൻ പറയട്ടെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പച്ചക്കൽ ബോർഡ് എന്നത്. എന്ത് ചെയ്താൽ മതി അറിയോ, ഇത് 3 പോയിന്റ് ആക്കി മാറ്റാം. നോക്കിക്കോളെ, ഞാൻ കാണിച്ചേ ഒന്ന് നോക്കിക്കോളെ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ആക്കാണ്, സ്റ്റേ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, ഒരു പോയിന്റ് ആക്കുക. കിങ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഗോഡ്, അടുത്ത പോയിന്റ് ആക്കുക. കിങ് ഈസ് ആൻസറബിൾ ഓൺലി ദ ഗോഡ്, 3 പോയിന്റ് ആക്കാം. ഞാൻ ഈ 3 പോയിന്റ് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണേ. നോക്കിക്കോളെ എങ്ങനെയാണ് ഷോർട്ട് ആക്കുന്നത്. ഡിവൈൻ റൈറ്റ് തിയറി, ഡിവൈൻ റൈറ്റ് തിയറി നോക്കിക്കോളെ. ആദ്യമാണ് സ്റ്റേറ്റ് ദ ക്രിയേഷൻ ഓഫ് ആരാണ്, സ്റ്റേ ദ ക്രിയേഷൻ ഓഫ് ഗോഡ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞിട്ടോ, ഒന്നാമത്തെ പോയിന്റ് ഇത്രയും കേട്ടോ, ദ സ്റ്റേ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. പൊളി. രണ്ടാമതാണ് കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. അപ്പൊ കിങ്ങിനെ ചിത്രം വരയ്ക്കട്ടെ, കിങ് കുറച്ച് കൂടിയല്ലോ. കിങ് ഒന്ന് ചെറുതാക്കട്ടെ, കിങ്ങിനെ ചെറുതാക്കട്ടെ. ഓക്കെ, കിങ്ങിനെ വരച്ചേ. കിങ് വലുതായാലോ, ഒന്നും കൂടി ചെറുതാക്കട്ടെ. ഓക്കെ, കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. എന്തൊരു കളറാണ് കൊടുക്കുന്നത്, നമുക്ക് കളർ ഒന്നുകൂടി കൊടുക്കാം. എന്താ പറയുക, കിങ്ങിന് ചിത്രം ഒന്നുകൂടി മാറ്റി വരച്ചാലോ, അടിപൊളിയാക്കി വരച്ചട്ടെ. ഓക്കെ, കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ആണ്. നമ്മുടെ റെപ്രസെന്റേറ്റീവ് കൊടുത്തിട്ടോ. ഇതാരെ കിങ് ആട്ടോ. കിങ്ങിന് വേണമെങ്കിൽ മറ്റേ ഇത് കൊടുക്കാം നമുക്ക്. കിങ്ങിന് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ എന്താ തോന്നാൻ മതി വെക്കട്ടോ. അപ്പൊ ഒന്നാമത്തെ പോലെ കേട്ടോ, സ്റ്റേറ്റ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഇതാരാണ്? കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. അതേപോലെ അടുത്താണ് കിങ് ഈസ് ഓൺലി ആൻസറബിൾ. കണ്ടോ, കിങ് അടുത്ത പോയിന്റ് കേട്ടോ, കിങ് ഓൺലി ആൻസറബിൾ ടു ഗോഡ്. കണ്ടോ, ഈ പോയിന്റ് മൊത്തം ഇതിലേക്ക് മാറി. ഒന്നുകൂടി നോക്കിക്കോട്ടെ മക്കളെ, കൃത്യമായ കളി. സ്റ്റേറ്റ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, അതുപോലെ കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. അടുത്താണ് കിങ് ഓൺലി ആൻസറബിൾ. മൂന്നാമത്തെ പോയിന്റ് ഇവിടുന്ന് തുടങ്ങി കേട്ടോ, കിങ് ഓൺലി ആൻസറബിൾ ടു ഗോഡ്. ഇത്രേ പഠിക്കാനുള്ളൂ. നോക്കിയോ കേട്ടോ, ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റേറ്റിനാണ് രാഷ്ട്രം കൊടുക്കുക, ദൈവം കൊടുക്കുക. രാഷ്ട്രം എന്താണ്? ദൈവ സൃഷ്ടിയാണ്. രാജാവ് ദൈവത്തിന്റെ എന്താണ്? പ്രതിപുരുഷനാണ്. ദൈവത്തോണ്ട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. ഇതേ രീതിയിലേക്ക് മാറ്റിയാൽ മതി. ഈ മക്കളെ പഠിച്ചു കഴിഞ്ഞു. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ പഠിപ്പിച്ചെന്ന് നമ്മളൊന്ന് ചെറുപ്പത്തിലേക്ക് പോയാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ. അപ്പം ഇത് വേണ്ടേ, എവല്യൂഷണറി തിയറി വേണ്ട, പരിണാമ സിദ്ധാന്തം വേണ്ടേ നമുക്ക്, അതേപോലെ സാമൂഹിക ഇടപെടൽ സിദ്ധാന്തം വേണ്ട. ഇതൊക്കെ പഠിക്കാൻ സിമ്പിളാണ്. ഈ 2 ഞാൻ മാരത്തോണിനാണ് പറഞ്ഞുതരാ. മക്കളെ മാരത്തോണിന് പോകുന്നോ അന്ന് സെറ്റാക്കിയിട്ട് അമീൻ സാർ പറഞ്ഞുതരും, മറക്കണ്ട, സെറ്റാക്കിയിട്ട് മാറ്റും. സോ ഞാൻ ഇതും കൂടി പറയാം. ശക്തി സിദ്ധാന്തം, പവർ തിയറി. സ്റ്റേറ്റ് റിസൾട്ട് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദ സ്ട്രേഞ്ചർ. ഇത്രേ ഉള്ളൂ. എന്ത് ശക്തി സിദ്ധാന്തമാണ്? ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതോടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇതെങ്ങനെ പഠിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാം. യെസ്, അമീൻ സാറെ കൈ വീണരട്ടെ. യെസ്, അമീൻ സാർ ചിത്രം വരയ്ക്കാട്ടോ. ശക്തിയുള്ള മനുഷ്യനാട്ടത്. ശക്തി നിറഞ്ഞെടുക്കാണ്. ശക്തിയുള്ളവർ ദുർബലരുടെ മേൽ, ദുർബലനാട്ടോ, ആകെ കുഴഞ്ഞാടിയണേ. നമ്മളെ ഫൂഫൂസാറ മാതിരി ഇങ്ങനെ കുഴഞ്ഞാടിയാണ്. ഓക്കെ, അപ്പൊ നോക്കിയാലേ, ശക്തിയുള്ളവർ ദുർബലരുടെ മേൽ എന്ത് സ്ഥാപിക്കും? ആധിപത്യം എന്നാണ്. ആധിപത്യം. നോക്കിക്കോളെ, ഈ പോയിന്റ് പഠിക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. നോക്കിക്കോളെ, ശക്തരായവര് ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുള്ള രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അത്ര കേട്ടോ. പവർ ബൈ ദ സ്ട്രോങ്ങർ, അല്ലെങ്കിൽ പവർ ബൈ ദ സ്ട്രോങ്ങർ ഓവർ ദ വീക്കർ. അത്രയേ ഉള്ളൂ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ എന്ത് ചെയ്യും? പവർ ബൈ ദ വീക്കർ എന്ത് ചെയ്യും? പവർ ബൈ ദ സ്ട്രോങ്ങർ ഓവർ ദ വീക്കർ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ്ങർ ഓവർ ദ വീക്കർ എന്നെന്ത് ചെയ്യുക, എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത മാരത്തോൺ ലൈവിൽ അമീൻ സാർ എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സെറ്റാണല്ലോ. സോ അതെന്ത് ചെയ്യുക, എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. അതേപോലെ അടുത്തതാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്റർ. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി, റൗലറ്റ് ആക്ട്, നാഷണൽ മൂവ്മെന്റ്, ആൾട്ടർനേറ്റീവ് പാർട്സ് എന്നെന്ത് ചെയ്യുക, എന്റെ മക്കൾ
മനസ്സിലാക്കി വെക്കുക. അത് എന്ത് ചെയ്യേണ്ട ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന്റെ സമയത്ത് അല്ലെങ്കിൽ മാരത്തോൺ ലൈവിന്റെ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ പോയിന്റ്സും. ഈ 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ മൂവ്മെന്റ്സ് ആയിട്ടുള്ള 3 എണ്ണം. അതാണ് ഏതൊക്കെ നാഷണൽ മൂവ്മെന്റ്സ് ആയിട്ടുള്ള ഒന്ന് നമ്മളെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതുപോലെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, അതേപോലെ തന്നെ നമുക്ക് ഏത് വരുന്നുണ്ട് കിറ്റ് ഇന്ത്യ. ഈ 3 നാഷണൽ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതാണ് എക്സാം ചോദിക്കുക. ഈ 4 പോയിന്റുകളാണ് നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായിട്ട് ചോദിക്കുക എന്ന് എന്ത് ചെയ്യുക എൻ്റെ മക്കളെ മൈൻഡിലേക്ക് ഒന്ന് വെക്കുക. സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് മാറ്റാം, അടിപൊളിയാക്കിയിട്ട് മാറ്റാം എന്നുകൂടി എന്ത് ചെയ്യുക സെറ്റാക്കുക. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിനും ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും പൊളിച്ചടക്കും. സോഷ്യൽ ഏകദേശം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 9ാമത്തെയും 6ാമത്തെയും ചാപ്റ്റർ സാർ പറഞ്ഞു. ബാക്കിയുള്ളതും ഇതേപോലെ പ്രീമിയർ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക കമന്റ് ഇടാൻ മറക്കണ്ട. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോഗ്രഫിയിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഫൈസൽ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ അടിപൊളിയാക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സെറ്റാക്കിയിട്ട് മാറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ. സാർ ഇപ്പോൾ വരും. സാർ വന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിപൊളിയാക്കുക. എല്ലാം ഇനി ഏതൊക്കെ ചാപ്റ്റർ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞോ, നമുക്കൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി മാറ്റാം. ടാറ്റ ബൈ ബൈ. സീ യു. ലവ് യു. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. ഫൈസൽ സാറാണ്. യെസ്, അപ്പോൾ നമ്മുടെ അമീൻ സാർ നമ്മുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആക്ച്വലി ജിയോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഈ തമ്പിൽ പറഞ്ഞതുപോലെ തന്നെ എക്സാമിനേഷന് കൺഫേം ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏറ്റവും നിർബന്ധമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ മുതലുള്ള എക്സാമിനേഷനുള്ള ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് നമ്മൾ ഫസ്റ്റ് ടൈമിന്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം മാരത്തോണിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം അത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്യാറുള്ളത്. അതേസമയം നമുക്ക് ആക്ച്വലി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സെക്കൻഡ് ടൈമിന്റെ ഭാഗത്തിലേക്ക് തന്നെ വരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടതാണ് വാട്ട് ഈസ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇതായിരിക്കും ഉണ്ടാവുക, വാട്ട് ഈസ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, എന്താണ് ധരാതലീയ ഭൂപടം എന്നുള്ളത് പരീക്ഷയ്ക്ക് മേ ബി ഒരു 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ മാപ്പ് depicts minute details of all natural and man-made features of Earth's surface. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമവിതര സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന വലിയ തോത് ഭൂപടങ്ങൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയാം. സോ പരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യം ചോദിക്കാം, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ചോദ്യമാണ് മക്കൾ പഠിക്കേണ്ടത്. എന്താണ് ധരാതലീയ ഭൂപടം എന്നുള്ളത് പഠിച്ചു വെക്കണം. അതുപോലെ ഇവിടുന്ന് ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക, എന്താണ് ധരാതലീയ ഭൂപടം, ധരാതലീയ ഭൂപടത്തിന്റെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. അല്ല എങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, റൈറ്റ് എനി 2 uses of topographical map. ധരാതലീയ ഭൂപടങ്ങളുടെ 2 ഉപയോഗങ്ങൾ മാത്രം എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം നമ്മൾ പഠിച്ചു വെക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ അനലൈസ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ യൂസ് ഫോർ ദ എക്കണോമിക് പ്ലാനിങ്, നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്പ്, സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫോർ ദ അർബൻ പ്ലാനിങ്, നഗരാസൂത്രണങ്ങൾക്ക് നമ്മളെ ഏത് സഹായിക്കുന്നുണ്ട്, ധരാതലീയ ഭൂപടങ്ങൾ. സോ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുകയാണ് 4 മാർക്കിനാണ് എൻ്റെ മക്കളോട് ചോദിക്കുന്നത് എങ്കിൽ വാട്ട് ആർ ദ യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ധരാതലീയ ഭൂപടത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഈ 4 പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. അതേസമയം പരീക്ഷയ്ക്കുള്ള ചോദ്യം വാട്ട് ഈസ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ആൻഡ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. എന്താണ് ധരാതലീയ ഭൂപടം, ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ എങ്ങനെ എഴുതണം, ആ എന്താണ് ധരാതലീയ ഭൂപടം എന്നുള്ള ഡെഫിനിഷനും എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉപയോഗങ്ങൾ ഏതെങ്കിലും 2 എണ്ണവും എഴുതണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഇവിടുന്ന് വരുന്ന അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയാം. ഒരിക്കലും കോണ്ടൂർ ലൈൻസ് വരയ്ക്കാനൊന്നും പരീക്ഷയ്ക്ക് വരില്ല. പകരം വാട്ട് ഈസ് കോണ്ടൂർ ലൈൻ എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് കോണ്ടൂർ രേഖകൾ? is an imaginary line connecting equal elevation from the sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടിവരക്കുന്ന ഒരു സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണിത് കോണ്ടൂർ രേഖ. ഇത് പരീക്ഷയ്ക്ക് ഒരു 2 മാർക്കിനാണെങ്കിൽ ഇവിടുന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യം ഇതായിരിക്കും, വാട്ട് ആർ ദ 3 തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്
ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ഭൂപ്രദേശത്തിന്റെ ഉയരമാണ്. നാച്ചർ ഓഫ് ദ സ്ലോപ്പ്, ചെരിവിന്റെ സ്വഭാവമാണ്. ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോംസ്, ഭൂരൂപത്തിന്റെ ആകൃതിയാണ്. ചോദ്യം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഏതാണ്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, അതിന്റെ ജസ്റ്റ് ഉത്തരങ്ങൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ മെഗാ മാരത്തോണ്, മിനി മാരത്തോണ് തുടങ്ങിയിട്ടുള്ള സെഷനുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അവിടെ നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളോട് ഇപ്പോൾ മക്കളെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയക്കേണ്ടായി, സർ എക്സാമിനേഷൻ്റെ തലേ ദിവസമല്ലാതെ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് ചോദ്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ സർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ഭാഗത്തെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാമായിരുന്നു എന്നല്ലേ. അതിനൊരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ചോദ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സോ വാട്ട് ആർ ദ 3 തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഇന്റർവിസിബിലിറ്റി എന്ന് വെച്ചാൽ നേർക്കാഴ്ചയുടെ ഉപയോഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റർവിസിബിലിറ്റി, നേർക്കാഴ്ചയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഫോർ ഇലക്ട്രിക് പോസ്റ്റ് വൈദ്യുത പോസ്റ്റുകൾ വെക്കാൻ വേണ്ടിയിട്ട്, മൊബൈൽ ടവറുകൾ വെക്കാൻ വേണ്ടിയിട്ട്, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ വെക്കാൻ വേണ്ടിയിട്ട്, ഇതിനെല്ലാമാണ് ഏത് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, നേർക്കാഴ്ചകൾ ഉപയോഗിക്കാറുള്ളത്. സോ അതിൻ്റെ ഉപയോഗങ്ങൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. ഈ ചാപ്റ്ററിന് അടുത്തായിട്ട് വരുന്നതാണ് ടോപ്പോഷീറ്റ് ഇന്റർപ്രിട്ടേഷൻ, തരാതലി ഭൂപടത്തിന്റെ വിശകലനം എന്ന് പറയുന്നത്. ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ 3 തരത്തിലുള്ള വിവരങ്ങളാണ് ആക്ച്വലി ഉണ്ടായിരിക്കുക. അതിൽ ഒന്നാമത്താണ് മാർജിനൽ ഇൻഫർമേഷൻ, അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഇൻഫർമേഷൻ അഥവാ പ്രാഥമിക വിവരങ്ങൾ. രണ്ടാമത് ഫിസിക്കൽ അഥവാ നാച്ചുറൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കൾച്ചറൽ, അതുപോലെ തന്നെ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയും. അതിൽ മക്കൾ അറിഞ്ഞു വെക്കാം. മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾസുകളും കൂടെ എൻ്റെ മക്കൾ പഠിച്ചേക്കാം. മാർജിനൽ ഇൻഫർമേഷൻ അഥവാ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മാർജിന് പുറത്ത് വരുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പ്രദേശത്തിൻ്റെ പേരാകാം, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിലാവാം, സർവേ നടത്തിയ വർഷമാകാം, ഇതെല്ലാം നമ്മൾ ടോപ്പോ ഷീറ്റ് നമ്പർ ആവാം, ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റിറ്റ്യൂഡ്, അക്ഷാംശം, രേഖാംശമാകാം, ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, ഈ നമ്പറുകളൊക്കെ മാർജിൻ്റെ പുറത്താണ്. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ വിളിക്കൽ എന്താണ്? മാർജിനൽ ഇൻഫർമേഷൻ അഥവാ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. അതേസമയം നമ്മുടെ ഫിസിക്കൽ ഇൻഫർമേഷൻ അഥവാ നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും ആക്ച്വലി നമ്മൾ വിളിക്കുക നാച്ചുറൽ ഫീച്ചേഴ്സ് അഥവാ നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നാ വിളിക്കാം. പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള അതിനെ വിളിക്കാം. അപ്പോൾ പ്രകൃതി നിർമ്മിച്ചെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മക്കളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ റിവർ ആവാം, പുഴയാവാം, സീ ആവാം, അല്ലെങ്കിൽ ഓഷ്യൻ ആവാം, മൗണ്ടെയിൻസ് ആവാം, നമ്മളെ മലകൾ, പർവ്വതങ്ങൾ, ഇവയൊക്കെ എന്താണ്? ഫിസിക്കലാണ് അഥവാ കൾച്ചറൽ ഫീച്ചേഴ്സിലാണ് വരാം. അതേസമയം നമ്മുടെ ഫിസിക്കൽ അഥവാ നാച്ചുറൽ ഫീച്ചേഴ്സ് കേട്ടോ. അതേസമയം കൾച്ചർ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡാണ്, മനുഷ്യൻ നിർമ്മിച്ചതാണ്. അപ്പോൾ നമ്മളെ റോഡാവാം, അതുപോലെ തന്നെ വീട് അഥവാ അതിന് നമ്മൾ വിളിക്കും സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവാം. ഇതിനെല്ലാത്തിനും നമ്മൾ ഏതാ വിളിക്കാം? കൾച്ചറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ 3 തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടാവുക. ഒന്ന് മാർജിൻ ഇൻഫർമേഷൻ, 2 ഫിസിക്കൽ ഇൻഫർമേഷൻ, 3 കൾച്ചറൽ ഇൻഫർമേഷൻ. പ്രാഥമിക വിവരം, ഭൗതിക സവിശേഷത, സാംസ്കാരിക സവിശേഷത, ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള വിവരങ്ങളാണ് ഉണ്ടായിരിക്കുക. സോ അത് പഠിച്ചു വെക്കണം. പിന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഗ്രിഡ് റെഫറൻസ് പരീക്ഷയ്ക്ക് ഉറപ്പാണ് 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരിക്കും. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും ഗ്രിഡ് റെഫറൻസ്. ഇതിന് നമ്മൾ പഠിച്ചു വെക്കാനുള്ളത് 4 ഗ്രിഡ് റെഫറൻസും 6 ഗ്രിഡ് റെഫറൻസും അഥവാ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസും 6 ഫിഗർ ഗ്രിഡ് റെഫറൻസും മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതിൽ ആദ്യം പറയുന്ന 4 ഫിഗർ നോക്കാം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്തണം കാര്യങ്ങളൊക്കെ പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മക്കൾ അവിടെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. എന്നിരുന്നാലും ജസ്റ്റ് മക്കൾ ഇവിടെ ഒന്ന് നോക്കുക. ഇവിടെ 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ നോക്കാം. ഇതാണല്ലോ ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ 4 ഗ്രിഡ് റെഫറൻസ് നോക്കാം. ആദ്യം ഇതിന്റെ ഈസ്റ്റിങ്സ് നോക്കാം. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്ക് പോകും തോറും വാല്യൂ കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ. അഥവാ 82, 83, 84, 85 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഈ ലൈനുകളില്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ. സോ ഈ ലൈറ്റ് ഹൗസ് പറയുന്ന സമയത്ത് ലൈറ്റ് ഹൗസ് 85ൻ്റെയും 86ൻ്റെയും ഇടയിലാണ്. സോ നമ്മൾ അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അത് എഴുതിക്കുന്നു, അത് 85 ആണ്. ഓക്കെ. പിന്നെ നമ്മൾ നോർത്തിങ്സ് നോക്കുന്നു. നോർത്തിങ്സിലേക്ക് നോക്കുന്ന സമയത്തും നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ലൈൻസിനെയാണ് നോർത്തിങ്സ് എന്ന് വിളിക്കുക. അഥവാ നോർത്തിലേക്ക് പോകുമ്പോൾ വാല്യൂ കൂടുന്നതിനെയാണ്. അതിൽ 37ൻ്റെയും 38ൻ്റെയും ഇടയിലാണ്. അതിലും ചെറിയ നമ്പർ 37 എന്നുള്ളതാണ്, അത് എഴുതി വെക്കുന്നു. സോ ലൈറ്റ് ഹൗസിൻ്റെതായി 85, 37 എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതേസമയം 6 ഗ്രിഡ് റെഫറൻസ്, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് നിങ്ങളോട് ചോദിച്ചത് എങ്കിൽ ഇതേ വസ്തുവിൻ്റെ തന്നെ നമുക്ക് നോക്കാം. 6 ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വസ്തുവിൻ്റെ തന്നെ നോക്കുന്നു ലൈറ്റ് ഹൗസിൻ്റെത്. ആദ്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ 6 നോക്കുന്നു 85ൻ്റെയും 86ൻ്റെയും ഇടയിലാണ്. അപ്പം നമ്മൾ എഴുതുന്നു 85. കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി ഒന്ന് ഞാൻ വലുതാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനിടയിൽ ആക്ച്വലി 10 ഈക്വൽ പീസുകളാക്കിയിട്ട് മാറ്റുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെ 10 ഈക്വൽ പീസുകൾ. കറക്റ്റ് സെൻറ്ററിൽ 5 ആയിരിക്കും,
1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 അല്ലേ? ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 3-ന്റെയും 4-ന്റെയും ഒക്കെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 3 എഴുതാം, അല്ലെങ്കിൽ 4 എഴുതാം. 2 എഴുതിയാലും തെറ്റൊന്നുമില്ല. ഞാൻ 4 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? നോർത്തിങ്സ് നോക്കുന്നു. നോർത്തിങ്സ് നോക്കുന്ന സമയത്ത് 37-ന്റെയും 38-ന്റെയും ഇടയിലാണ് നമ്മൾ എഴുതുന്നു 37. കഴിഞ്ഞിട്ടില്ല. ഇവിടെയും നമ്മൾ 10 ഈക്വൽ പീസുകളാക്കുന്നു. 10 ഈക്വൽ പീസുകളാക്കുന്ന സമയത്ത് ഇവിടെ 5 ആയിരിക്കും സെൻട്രൽ ഉണ്ടാവുക. 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9. ഇവിടെ നമ്മൾ ഏകദേശം സെൻട്രൽ നോക്കുന്ന സമയത്ത് 5 പറയാം, അല്ലെങ്കിൽ 4 പറയാം, അല്ലെങ്കിൽ 3 പറയാം. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിലെന്ത് ചെയ്യാം? ഏകദേശം ഒരു 5 പറഞ്ഞു, 5 അങ്ങോട്ട് എഴുതി വെച്ചു. സോ ഉത്തരമായി 6 അക്കമായി. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഈ 4 ഈ 5 ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ 4-ന് പകരം 3 എഴുതി എന്ന് കരുതിയിട്ടോ 4-ന് പകരം 5 എഴുതി എന്ന് കരുതിയിട്ടോ ഉത്തരം തെറ്റില്ല. ഇവിടെ 5-ന് പകരം 6 എഴുതി എന്ന് കരുതിയിട്ടോ 5-ന് പകരം 7 എഴുതി എന്ന് കരുതിയിട്ടോ ഉത്തരം തെറ്റൂല. പക്ഷേ 4-ന് പകരം 9 എന്നൊക്കെ എഴുതിയാൽ തെറ്റായിരിക്കും. ഇവിടെയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് 4 ഫിഗർ തന്നെയാണ്. സോ ഇങ്ങനെയാണ് 6 ഫിഗർ കാണാനുള്ള, 6 അക്കം കാണാനുള്ള. ഇതിലെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് ആർക്കെങ്കിലും ഗുഡ് റെഫറൻസ് അറിയില്ല എങ്കിൽ ഞാൻ സ്ലോവിലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതെല്ലാവരും ആ ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കാണണം. കണ്ടാലേ അവിടെ എന്ത് ചെയ്യുള്ളൂ? കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. സോ ഗ്രിഡ് റെഫറൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതുചെലവും പൊതുവരുമാനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. റീസൺസ് ഫോർ ഇൻക്രീസിംഗ് ഇന്ത്യസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇന്ത്യയിലെ പൊതുചെലവ് കൂടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഇതേ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഇതേ ഉത്തരങ്ങളെ മറ്റൊരു ചോദ്യത്തിനും കൂടെ പറയാൻ പറ്റും. ഈ പൊതുചെലവിന് പകരം ഇന്ത്യയിൽ പൊതുകടം കൂടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അഥവാ പബ്ലിക് ഡെപ്റ്റ് കൂടാനുള്ള റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ ദ പബ്ലിക് ഡെപ്റ്റ്, പൊതുകടം. കാരണം നമ്മുടെ ചെലവ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? നമ്മുടെ കടവും കൂടും. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് ഡെപ്റ്റ് കൂടാനുള്ള കാരണങ്ങളും കൂടെ നമ്മളോട് പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതിൽ നമുക്ക് പഠിച്ചു വെക്കാം. ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ പട്ടാളക്കാരുടെ ചെലവ് കൂടുന്നതാണ്. വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അർബണൈസേഷൻ, നഗരവൽക്കരണമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നമ്മുടെ എന്താണ് ഡിസാസ്റ്റർ, എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ, ഭൂകമ്പം പോലെയുള്ള ഡിസാസ്റ്ററുകളൊക്കെ ഉണ്ടായി, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായി, അത് മാനേജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ചെലവ് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഡെപ്റ്റും കൂടുന്നതാണ്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യ കൂടുന്ന സമയത്ത് വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, പ്രതിരോധത്തിന്റെ ചെലവ്, ക്ഷേമ പ്രവർത്തനം, നഗരവൽക്കരണം, ദുരിതാശ്വാസ പ്രവർത്തനം, മലിനീകരണ നിവാരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് ഏതൊക്കെ ഏരിയയിൽ ചെലവുണ്ടോ അത് എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആ ചെലവുകളൊക്കെ ഇന്ത്യയുടെ പൊതു ചെലവ് കൂടാനുള്ള ഒരു കാരണമാണ് എന്ന് എൻ്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കാം. കൂടാതെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പൊതു ചെലവിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും, അഥവാ വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ വികസന ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ പറ്റുന്ന രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നതാണ്. ഉദാഹരണം റോഡുകളായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, ഹാർബറുകളായിക്കോട്ടെ, ഇവയെല്ലാമാണ് വികസന ചെലവുകൾ എന്ന് പറഞ്ഞാൽ. അതേസമയം വികസനേതര ചെലവുകൾ എന്ന് പറഞ്ഞ സമയത്ത് അത് 3 മാത്രം പഠിച്ചു വെച്ചാൽ മതി. വാറി, ഇൻട്രസ്റ്റ്, പെൻഷൻ, യുദ്ധം, പലിശ, പെൻഷൻ. ഇതാണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടാക്സിലേക്ക് വരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഗവൺമെന്റ് റവന്യൂവിലേക്ക്, പബ്ലിക് റവന്യൂവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റവന്യൂവിനെ രണ്ടായിട്ട് തരംതിരിക്കാം. പൊതുവരുമാനത്തെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ നികുതി വരുമാനത്തെ, അതിൽ നികുതിയെ ആക്ച്വലി നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തരംതിരിക്കാം. അഥവാ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാം. അതിൽ എന്താണ് പ്രത്യക്ഷ നികുതി, അതുപോലെ തന്നെ എന്താണ് പരോക്ഷ നികുതി, വിത്ത് ഉദാഹരണങ്ങൾ സഹിതം പരീക്ഷയ്ക്ക് മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ദ ടാക്സ് ബേർഡൻ ഹിംസെൽഫ്, അയാളിൽ തന്നെ ആ നികുതിയുടെ എല്ലാ ബുദ്ധിമുട്ടും അയാളിൽ തന്നെ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ദ ബോൺ ബൈ ദ സെയിം പേഴ്സൺ ഹൂം ദ പേസ് ടാക്സ് ഇമ്പോസ്ഡ്. ആരിലാണോ നികുതി ചുമത്തിയിട്ടില്ല അയാൾ തന്നെ നികുതിയുടെ എല്ലാ ഭാരവും ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതിന് ഉദാഹരണങ്ങളായിട്ട് മക്കൾക്ക് പറയാൻ പറ്റും പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സുമാണ്. വ്യക്തിഗത ആദായ നികുതിയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സുമാണ് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ
ഒരാളുടെ ടാക്സിന്റെ നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ദ ടാക്സ് ബേർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ഹും ഈസ് ഇമ്പോസ്ഡ് ടു അനദർ പേഴ്സൺ. ഒരാൾ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായേക്കും. പരോക്ഷ നികുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതിയാണ്, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള നികുതിയാണ് GST. GST മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. GSTയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു പോകണം. CGST, SGST, IGST. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ടാക്സ് കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അവിടെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാവുക. ഇത് ഇൻറ്റഗ്രേറ്റഡ് GST എന്നാ പറഞ്ഞാൽ, അഥവാ ഇന്റർ സ്റ്റേറ്റ് ട്രേഡിംഗ്, ഒരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിൽ, അന്തർ സംസ്ഥാന കച്ചവടങ്ങളിൽ മാത്രം വരുന്നതാണ് IGST എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് റെക്കമെൻഡേഷൻസ് ഓഫ് GST കൗൺസിൽ. GST കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം എന്നുള്ളതാണ്. നമ്മൾക്കറിയാം ടാക്സ്, സെസ്, സർചാർജ് എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു. ഇവയെല്ലാത്തിനെയും കൂടെ GSTയിൽ വരുത്തേണ്ട നികുതി, സെസ്സുകൾ, സർചാർജ് എന്നിവ നോക്കുന്നു. അതുപോലെ തന്നെ GSTയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കു സേവനങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ സാധനങ്ങൾ അതിലേക്ക് വരാം, ഏതൊക്കെ ഒഴിവാക്കാം. GSTയുടെ റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഫ്രെയിം എത്ര കാലത്തേക്കാണ് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് വെച്ചാൽ ഇന്ന് 20 ലക്ഷമാണ് ടേൺ ഓവർ ലിമിറ്റ് പറഞ്ഞിട്ടുള്ള. 20 ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം കച്ചവടം നടത്തുന്ന ആളുകളെല്ലാവരും GST കൊടുക്കണം. ആ ഒരു ടേൺ ഓവർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതും GST കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. സോ ഈ റെക്കമെൻഡേഷൻസ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഒരു 4 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഉള്ളതാണ് സെസ്, സർചാർജ് എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെസ് ആൻഡ് സർചാർജ്. ആക്ച്വലി രണ്ടും എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. രണ്ടിനെ കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരുപോലത്തെ കാര്യമാണ്. ദോസ് ആർ ദ അഡീഷണൽ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ടാക്സ് എമൗണ്ട്. ഒരു നികുതിയുടെ മുകളിൽ ചുമത്തുന്ന അധിക നികുതിയെ വിളിക്കുന്ന പേരാണ് രണ്ട് എന്ന് പറയുന്നത്, സെസ്സും സർചാർജും. പക്ഷേ സർചാർജിന്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലത്തേക്ക്, ഒരു നിശ്ചിത സമയത്തേക്ക്, 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് എന്ന് പറയാം. അതേസമയം നമ്മുടെ സെസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താ അറിയും? സെസ് ഫോർ മീറ്റിംഗ് എ സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് പ്രത്യേക ആവശ്യം നിർവഹിക്കാനും, ഒരു പ്രത്യേക ആവശ്യം കംപ്ലീറ്റ് ചെയ്താൽ സെസ് നിർത്തലാക്കും. സർചാർജ് അങ്ങനെയല്ല, ഒരു സമയത്തേക്കാണ് 5 കൊല്ലം 10 കൊല്ലം. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? സർചാർജ് നിർത്തലാക്കുള്ളൂ. സോ അത് മാത്രമാണ് അവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പിച്ചോ, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉറപ്പാട്ടോ. ഈ ചാപ്റ്റർ ഞാൻ മുഴുവനും പറയുന്നില്ല, ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെ ഉള്ളതാണ് നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനങ്ങൾ. നികുതിയേതര വരുമാനങ്ങളിൽ നമ്മൾ പഠിച്ചു വെക്കാനുള്ളത് ഫീസ്, ഫൈന്, പെനാൽറ്റി, ഗ്രാൻഡ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇതിന് എല്ലാത്തിനെയും ഡീറ്റെയിൽസ് തന്നെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? 4 മാർക്കിന് അതിൻ്റെ ഡീറ്റെയിലുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു ഭാഗമാണ് നമ്മളെ ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് ആക്ച്വലി നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ബജറ്റ് മൂന്ന് തരം ബജറ്റാണുള്ളത്. ബാലൻസ്ഡ് ബജറ്റ്, സർപ്ലസ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ്. ഇത് പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കാറുണ്ട്, 4 മാർക്കിനും ചോദിക്കാറുണ്ട്. 3 മാർക്കാണെങ്കിൽ ഇതിൻ്റെ പേര് മാത്രം ചിലപ്പോൾ ചോദിക്കാറുള്ളൂ. അതേസമയം 4 മാർക്കിനാണെങ്കിൽ പേര് ചോദിക്കും, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ബജറ്റുകൾ ഉള്ളത് എന്ന് ചോദിക്കും. എന്നിട്ട് അതിൽ ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനും നിങ്ങളോട് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിച്ചു വെക്കണം സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ് എന്നുള്ളത്. സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻകം എക്സ്പെൻഡിച്ചറും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേസമയം സർപ്ലസ് എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്? അവിടെ ഇൻകം കൂടുതലാണ്, അഥവാ വരുമാനം കൂടുതലാണ്, ചെലവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിനെ വിളിച്ചത് മിച്ച ബജറ്റ്. ബാക്കി വന്നിട്ടുണ്ട്, സർപ്ലസ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നർത്ഥം. ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ് അവിടെ അർത്ഥം. അവിടെ ഇൻകം കുറവായിരിക്കും, അതേസമയം എക്സ്പെൻഡിച്ചർ ചെലവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ കമ്മി ബജറ്റ് എന്ന് വിളിക്കും. സോ ബജറ്റിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. ഇനി അടുത്തൊരു ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ, ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്നതിൽ ഈ ചാപ്റ്റർ നമുക്കൊരു ആക്ച്വലി എസ്എ ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്നുള്ള എസ്എ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് വഴിയെ പറയാം. ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും ആണ്. അഥവാ പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സോളാർ എനർജിയുടെ ഹെൽപ്പോട് കൂടെ ഡാറ്റ കളക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ. അതേസമയം ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ഒരു കൃത്രിമ എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വീഡിയോ എന്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മക്കൾ അവിടെ കാണാൻ പറ്റും. അതേസമയം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ ഫോട്ടോഗ്രാഫി. ആകാശീയ വിദൂര സംവേദനത്തിൻ്റെ
വിദൂര സംവേദനത്തിന്റെ പോരായ്മകൾ എന്തെല്ലാം എന്നുള്ളത് ചോദിക്കും. അപ്പം നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഷേക്കിംഗ് ഓഫ് ദ എയർക്രാഫ്റ്റ് എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ ഫോട്ടോസ്. വിമാനത്തിനുണ്ടാവുന്ന കുലുക്കങ്ങൾ ചിത്രത്തിന്റെ ഗുണമേന്മയെ ബാധിക്കാൻ കാരണമാകും. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ദ ഫോട്ടോഗ്രാഫ് ഓഫ് എ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് റീജിയൻ. വലിയ വിസ്തൃതമായ പ്രദേശത്തിന്റെ ചിത്രീകരണം ഇതിന് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. കൂടാതെ തന്നെ ദി എയർക്രാഫ്റ്റ് റിക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലങ്ങൾ ആവശ്യമാണ്. ലാൻഡിംഗ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഫ്രീക്വൻലി റീഫ്യൂലിംഗ് ഇൻക്രീസ് ദ കോസ്റ്റ്. വിമാനം ഇറക്കുന്നതിന് വിമാനം ഇടയ്ക്കിടയ്ക്ക് നിരത്തുന്നത് ചിലവിനെ വർദ്ധിപ്പിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എസ്സേ ക്വസ്റ്റ്യൻ. അവിടെ 2 തരം സാറ്റലൈറ്റുകളാണ്: ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സും സൺ സിങ്ക്രോണിയസ് സാറ്റലൈറ്റ്സും. ഭൗമസ്ഥിര ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളും എന്ന് പറഞ്ഞ 2 തരം സാറ്റലൈറ്റുകളാണത്. ഈ 2 സാറ്റലൈറ്റുകളുടെയും ഡീറ്റെയിലുകൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അത് പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിന് എസ്സേ ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്നും അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതും അത് എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് കിടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. പിന്നെ അതുപോലെ GIS കുറിച്ച്, യൂസസ് ഓഫ് GIS, ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങളെ കുറിച്ചിട്ടും എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തേക്കാം. ഇത് ഞാൻ അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാറേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിലുകൾ സാർ ഇപ്പോൾ പറയാത്തത്? നമ്മുടെ എസ്സേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മാരത്തോണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ പറയേണ്ടതിന് നിങ്ങൾ ശരിക്കും ഇത് പഠിപ്പിച്ചിട്ടേ ഞാൻ വിടാവും. സോ അങ്ങനെ കൃത്യമായിട്ട് പറയേണ്ടതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് നമുക്ക് അപ്പോഴത്തെ സമയത്തേക്ക് എന്ത് ചെയ്യാം പറയാം. അതേസമയം നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആ ഒരു ലൈവിലേക്ക് വരാൻ. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം: ട്രാൻസ് ഹിമാലയ, ഈസ്റ്റേൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 ആയിട്ട് ആക്ച്വലി ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. അതിൽ ട്രാൻസ് ഹിമാലയത്തിലുള്ള സ്ഥലങ്ങളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിൽ കാരക്കോറത്തുള്ള സ്ഥലമാണ് മൗണ്ട് K2 എന്ന് പറയുന്നത്. അതേസമയം ഹിമാലയത്തിലുള്ള സ്ഥലമാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൻ്റെ ഡീറ്റെയിൽ വേണം. അപ്പോൾ ഈസ്റ്റേൺ ഹൈലൻഡ്സ്, പാട്കൈബം, നാഗാൽസ്, ഗാരോ, ഗാസി ഹിൽസ്, മീസോ ഹിൽസ് തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട. ഇതിൻ്റെ ഡീറ്റെയിൽസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഇത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് ഓരോ വഴിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കൂടാതെ തന്നെ ഇതിൽ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് 4 മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ്: വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ? ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണ്? ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ? ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കത് ഷോർട്ട് ആക്കിയിട്ട് അതിനെ ഇങ്ങനെ പറയാം. ഷോർട്ട് ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറയുന്ന പോലെ നോക്കിക്കോ. ഒന്ന് നമ്മൾ എഴുതി വെക്കണ വാക്ക് എങ്ങനെയാണ്? ബ്ലോക്ക് എന്ന് എഴുതി വെക്കുക. ബ്ലോക്ക്. എന്തിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു അറിയോ? 3 കാര്യങ്ങളെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആദ്യത്തെ 3 പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചേക്കാം. ബ്ലോക്ക്, മൺസൂൺ വിൻഡ്. രണ്ടാമതായി കണ്ട് രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം, 3ാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം. ബ്ലോക്ക് മൺസൂൺ വിൻഡ്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ മൺസൂൺ കാറ്റുകളെ തടയുന്നു. രണ്ടാമത് ബ്ലോക്ക് ഡ്രൈ കോൾഡ് വിൻഡ്, വരണ്ട ശീതക്കാറ്റിനെ തടയുന്നു. 3ാമതാണ് ബ്ലോക്ക് ആൻഷ്യൻ അറ്റാക്ക്, പണ്ട് കാലത്തുണ്ടായിരുന്ന ആക്രമണങ്ങളെ തടയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന് മറ്റൊന്നാണ് ഫ്ലോറ ആൻഡ് ഫോന, എന്നുവെച്ചാൽ ഒരുപാട് വൈവിധ്യമായ സസ്യജന്തുജാലങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് വാസ് ദ റീജിയൻ ഫോർ ദ റിവേഴ്സ്, എന്ന് വെച്ചാൽ ഹിമാലയൻ റിവേഴ്സുകളുണ്ട്. നമ്മുടെ എന്താണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയിലെ ഈ 3 റിവേഴ്സുകളുടെ ഒറിജിനേറ്റഡ് പോസ്റ്റുകളാണ് ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ. സോ ഈ സിഗ്നിഫിക്കൻസ്, സവിശേഷതകളും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. സോ മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ പാടില്ല. എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, നിങ്ങൾ പയ്യെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഈ കാര്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പോകാൻ പാടില്ല. അതുകൊണ്ട് മാരത്തോണിനെല്ലാം മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കിയിട്ട് വെച്ചേക്കണം. ബാക്കിയുള്ള കുറേ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. കാരണം എനിക്കറിയാം സോഷ്യൽ സയൻസിൻ്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ എക്സാമാണ്, 19-ാം തീയതി നടക്കേണ്ട എക്സാമാണ്. സോ അതുകൊണ്ട് തന്നെ പല ആളുകളും സാറേ അപ്പോൾ പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതുവരെ എനിക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. മക്കളെ, കിട്ടുന്ന സമയത്തിനുള്ളിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഇപ്പോഴേ സെറ്റാക്കി വെച്ചേക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാം A+ കിട്ടുമോ എന്ന പേടിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പേടിയും പേടിക്കണ്ട, ഞങ്ങളിൽ വിശ്വസിക്കുക.
ഉറപ്പായിട്ട് നമ്മളെ A+ നേടും. നിങ്ങൾ പഠിക്കാൻ മാത്രം തയ്യാറായാൽ മതി, നിങ്ങൾ ഇരുന്ന് വായിക്കാൻ മാത്രം തയ്യാറായാൽ മതി. സോ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐ ബി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ കൊണ്ട് ഉപകാരമുണ്ടോ? ഈ ക്ലാസ് കേട്ടതുകൊണ്ട് രാവിലെ എണീറ്റ് ക്ലാസ് കേൾക്കില്ലേ? സോ ഈ ക്ലാസ് കേട്ടതുകൊണ്ട് ഉപകാരമുണ്ടോ? ഉപകാരം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ എന്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു, അമീൻ സാറിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് എല്ലാം കേട്ടിട്ട് എന്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത് തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. സോ ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ.